നമസ്കാരം, എന്റെ പേര് ഡാൻ തോമസ് വർഗീസ്. മധ്യ കേരള മഹായിട വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതിയുമായി കൂടിക്കാഴ്ച നടത്തി സഭാ മേധാവികൾ. ആശങ്ക അറിയിച്ച് മധ്യ കേരള മഹായിടവക അധ്യക്ഷൻ റൈറ്റ് റവറന്റ് ഡോക്ടർ മലയൻ സാബു കോശിച്ചെറിയാൻ. കണികാപുരം ഗൈഡൻസ് സെന്റർ പണികൾ പുരോഗമിക്കുന്നു. സുഗമമായ പ്രവർത്തനങ്ങൾക്കായി എല്ലാവരുടെയും പ്രാർത്ഥനയും പിന്തുണയും ആവശ്യപ്പെട്ട് ബിഷപ്പ്. ക്രിസ്മസ് ഡിന്നറിൽ പങ്കെടുത്ത് വിവിധ മതസാംസ്കാരിക സാമൂഹിക നേതാക്കൾ. മതസൗഹാർദ്ദത്തിന് വേദിയായി ബിഷപ്സ് ഹൗസ്. CSI കേരള റീജിയൻ ബിഷപ്പ് കൗൺസിലിന്റെ എക്കോളജി ചെയർമാനായി മലബാർ മഹായിടവക ബിഷപ്പ് അഭിമന്യ റൈറ്റ് റവറന്റ് റോയ്സ് മനോജ് വിക്ടറിനെ തെരഞ്ഞെടുത്തു. പ്രാദേശിക സഭകളിലും സ്ഥാപനങ്ങളിലും നടത്തിയ വിവിധ ശുശ്രൂഷകൾക്ക് അഭിമന്യ ബിഷപ്പ് നേതൃത്വം നൽകി. മധ്യ കേരള മഹായിടവക സ്ത്രീജന സഖ്യ വാർഷിക കൗൺസിൽ സമ്മേളനം പൂർത്തിയായി. ഭേദഗതികൾ വരുത്തിയ ഭരണഘടന തുടങ്ങി നിരവധി കാര്യങ്ങൾ ചർച്ച ചെയ്തു. ജോയ് ടു ദ ആശാഭവൻ. സ്ത്രീജന സഖ്യത്തിന്റെ ക്രിസ്മസ് ആഘോഷം ആശാഭവനിൽ അന്തേവാസികളോടൊപ്പം നടത്തി. CSI മധ്യ കേരള മഹായിടവക യുവജന പ്രസ്ഥാനം ക്രിസ്മസ് കരോൾ 2025 കളമാങ്കുളം CSI ചർച്ചിൽ നടത്തി. CSI മധ്യ കേരള മഹായിടവക പരിസ്ഥിതി അവാർഡുകൾ പ്രഖ്യാപിച്ചു. വാർത്തകൾ വിശദമായി. ഇന്ത്യൻ ഉപരാഷ്ട്രപതി ശ്രീ CP രാധാകൃഷ്ണൻ 2 ദിവസത്തെ കേരള സന്ദർശന വേളയിൽ തിരുവനന്തപുരം ലോ ഭവനിൽ വിവിധ സഭാ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. മതസൗഹാർദ്ദവും മറ്റ് ഔദ്യോഗിക വിഷയങ്ങളും ചർച്ചയായി. ഇന്ത്യയിൽ മതവിശ്വാസത്തിന്റെ പേരിൽ പ്രത്യേകിച്ച് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടന്നു വരുന്ന അസഹിഷ്ണുതയും അക്രമ സംഭവങ്ങളും തികച്ചും ആശങ്കാജനകമാണെന്ന് മധ്യ കേരള മഹായിടവക ബിഷപ്പ് റൈറ്റ് റവറന്റ് ഡോക്ടർ മലയൻ സാബു കോശിച്ചെറിയാൻ രേഖപ്പെടുത്തി. രാജ്യത്തിന്റെ മതസൗഹാർദ്ദ അന്തരീക്ഷത്തിന് മുറിവേൽപ്പിക്കുന്ന ഇത്തരം സംഭവങ്ങൾക്കെതിരെ ഭരണ നേതൃത്വത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികൾ മൗനം പാലിക്കുന്നത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകും എന്നും ഇതിന് അടിയന്തരമായ തിരുത്തൽ ഉണ്ടാകണമെന്നും അഭിമന്യ ബിഷപ്പ് അഭിപ്രായപ്പെട്ടു. 2 ദിവസത്തെ സന്ദർശനത്തിനായി കേരളത്തിൽ എത്തിയ ഇന്ത്യൻ ഉപരാഷ്ട്രപതി ശ്രീ CP രാധാകൃഷ്ണൻ ഔദ്യോഗിക പരിപാടികൾക്ക് ശേഷം തിരികെ മടങ്ങി. CSI ദക്ഷിണ കേരള മഹായിടവക 12 വർഷങ്ങൾക്ക് മുമ്പ് വടക്കേ ഇന്ത്യയിലുള്ള നാഗ്പൂരിൽ ആരംഭിച്ച മിഷൻ ഫീൽഡിൽ മിഷൻ ഇൻചാർജായി സേവനം ചെയ്യുന്ന റവറന്റ് സുധീർ, അദ്ദേഹത്തിന്റെ സഹധർമ്മിണി ജാസ്മിൻ എന്നിവരുൾപ്പെടെ 6 പേരെ മതപരിവർത്തനം ആരോപിച്ച് ക്രിസ്മസ് പുതുവത്സര ആരാധന മധ്യേ അറസ്റ്റ് ചെയ്ത സംഭവം അത്യന്തം ദുഃഖകരവും നിർഭാഗ്യകരമാണെന്നും ഉപരാഷ്ട്രപതിയെ കണ്ടതിന് തൊട്ടു പിന്നാലെ നടക്കുന്ന ഈ സംഭവം അത്യന്തം ഖേദകരമാണെന്നും ബിഷപ്പ് അഭിപ്രായപ്പെട്ടു. CSI കേരള റീജിയണൽ ബിഷപ്സ് കൗൺസിലിനെയും മധ്യ കേരള മഹായിടവകയെ പ്രതിനിധീകരിച്ചുകൊണ്ട് പ്രസ്തുത സംഭവത്തെ ശക്തമായി അപലപിക്കുന്നതായി, മേലിൽ ഇങ്ങനെയുള്ള അനീതിപരമായ സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കുവാൻ ഉദ്യോഗസ്ഥരും ഭരണകൂടവും ശ്രദ്ധിക്കണമെന്ന് ബിഷപ്പ് അഭിപ്രായപ്പെട്ടു. നാളുകളിലെ നാഗ്പൂർ ഡിസ്ട്രിക്ട് കേന്ദ്രമാക്കിയിട്ടാണ് ഇവിടുത്തെ പ്രവർത്തനങ്ങൾ കൂടുതൽ നടക്കുന്നത്. എന്നാലും അമരാവതി ഏരിയകളിലൂടെ ഞങ്ങളുടെ വിശ്വാസികളുണ്ട് എന്നതാണ്. അത് ഈ നാഗ്പൂരിൽ നിന്നുള്ള വിശ്വാസികൾ തന്നെ അവര് പല സ്ഥലങ്ങളിൽ നിന്നും ഇവിടെ വന്നിട്ടുള്ള ആളുകളായതുകൊണ്ട് അവരുടെ ഗ്രാമങ്ങളോട് തിരിച്ചു പോയാൽ ഒരുപക്ഷെ അവരുടെ ഭവനങ്ങളിൽ ആരാധന വേണമെന്ന് ആവശ്യപ്പെടാറുണ്ട്. ആ ഒരു രീതിയിലാണ് ഈ ബിസിനസ് നടത്തുന്നത്. ഒരിക്കലും ഒരു ഔട്ട്റീച്ച് ആയിട്ട് നമ്മൾ ഇറങ്ങിപ്പോയി ട്രാക്ട് കൊടുക്കുക, അല്ലെങ്കിൽ അവരെ ഒരു ബുദ്ധിമുട്ടിക്കുന്ന തരത്തിൽ ഇടപെടുക, അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. അങ്ങനെ സൈലന്റ് ആയിട്ട്
തന്നെ നമ്മുടെ വിശ്വാസികളെ കേന്ദ്രീകരിച്ച് തന്നെ അവരെ ഒന്ന് മെച്ചപ്പെടുത്തുക, അവരെ ആത്മീയമായിട്ട് മെച്ചപ്പെടുത്തുക എന്നുള്ള ആ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് പ്രവർത്തിച്ചു വരുന്നത്. കൂടുതലും ആത്മീയമായ കാര്യങ്ങൾക്ക്, അതായത് ചർച്ച് മിനിസ്ട്രി ഓറിയന്റഡ് ആയിട്ടുള്ള അവർക്ക് അവരുടെ വിശ്വാസത്തിൽ അവരെ ഉറപ്പിക്കുന്നതിന് ആവശ്യമായ കാര്യങ്ങളും അങ്ങനെയുള്ള സഭാ പ്രവർത്തനങ്ങൾ ചേർന്നുള്ള കാര്യങ്ങളുമാണ് ഇന്ന് ആളുകൾ ചെയ്തു വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റൊരു കമ്മ്യൂണിറ്റിക്കോ മറ്റൊരു സംവിധാനങ്ങൾക്കോ ഡിസ്റ്റർബൻസ് ഉണ്ടാകരുത് എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ട്. പിന്നെ സോഷ്യൽ വർക്കുകൾ എന്ന് പറയുന്നത് തന്നെ വളരെ കുറവാണ്. അങ്ങനെയുള്ള കാര്യങ്ങളും ഇടപെടുന്നില്ല അധികം. കാരണം അതിന് കാരണമുണ്ട്. സൗത്ത് ഡയസിസ് സോഷ്യൽ വർക്ക് പ്രവർത്തനങ്ങൾക്ക് വളരെ പ്രാധാന്യം കൊടുക്കുന്ന മിഷൻ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടായിരുന്നൊരു കാലഘട്ടമുണ്ട്. പക്ഷെ ഇപ്പൊ അത് കുറച്ചിട്ടുണ്ട്. കാരണം സോഷ്യൽ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ സഹോദരങ്ങൾ, അതായത് ക്രൈസ്തവ വിരോധ സഹോദരങ്ങൾ എല്ലാവരും ഒറ്റ സ്റ്റെപ്പിൽ പറയുന്ന വാക്കെന്ന് പറയുന്നത് ഇവര് സാമൂഹ്യ പ്രവർത്തനങ്ങളിലൂടെ മതപരിവർത്തനം നടത്തുന്നു എന്നതാണ്. അതായത് അതിലൂടെ അവർക്ക് പൈസ കൊടുക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് സാധന സാമഗ്രികൾ കൈമാറുന്നു, ഇങ്ങനെയൊക്കെ ഉള്ള അതായത് സോഷ്യൽ പ്രവർത്തനങ്ങൾ ഒരു മറയാക്കിക്കൊണ്ട് മതപരിവർത്തനം നടത്തുന്നു എന്നുള്ളതാണ് അവർ പറഞ്ഞു വരുന്നത്. അതുകൊണ്ടാണ് അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ ഇന്ന് ആളുകൾ വിട്ടുനിൽക്കുകയും ആവശ്യമായ കാര്യങ്ങൾ, അവരുടെ ശരിയായ വിദ്യാഭ്യാസം, അവരുടെ കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്കോ മുതിർന്നവർക്കോ ചില എയ്ഡ്സ് പേഷ്യൻസ് ഉണ്ട്, ചിലർ ക്യാൻസർ ബാധിച്ചവരുണ്ട്. അപ്പോൾ പ്രാർത്ഥന തീർച്ചയായിട്ടും നടക്കുന്നുണ്ട്. അതിനുപരിയായിട്ട് അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കുക, അവർക്ക് യഥാർത്ഥമായിട്ടുള്ള ഭക്ഷണ ക്രമീകരണങ്ങൾ അവർക്ക് വേണ്ടി സാധിക്കുന്ന തരത്തിൽ അവർക്ക് വേണ്ടി ചെയ്യുക. അവരൊരുപക്ഷെ നമ്മുടെ ഭവനങ്ങളിൽ തന്നെ അക്കോമഡേറ്റ് ചെയ്യുക, അവരുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ട ഉപദേശങ്ങളൊക്കെ കൊടുത്ത് അവരെ ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ സന്ദർശിച്ച് പ്രാർത്ഥിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയാണ് ഈ മിഷൻ പ്രവർത്തനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോ ഞങ്ങൾ ജാമ്യത്തിലാണ് വിട്ടിരിക്കുന്നത്. അപ്പോ അതിൽ വേറൊരു വിരോധാഭാസം ഞാൻ നേരത്തെ പറയുന്നത് പോലെ ബർത്ത്ഡേ ആഘോഷിച്ച പയ്യനെ പോലും അവർ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. അത് വിരോധാഭാസമാണ്. ബർത്ത്ഡേ ആഘോഷിച്ച് അത് അറസ്റ്റ് ചെയ്യപ്പെട്ടു. അപ്പോ ഇത് തന്നെയാണ് പോലീസും അവരെ കൺഫ്യൂസ് ചെയ്യിച്ച ഒരു കാര്യം. അങ്ങനെ പറയുമ്പോൾ അത് ശരിയാണെന്ന് വരികയും അത് അവർക്ക് അതുകൊണ്ട് തന്നെ ആണ് എനിക്ക് തോന്നുന്നത് പെട്ടെന്ന് ജാമ്യം കിട്ടാനൊക്കെ കാരണമായത്. അതൊക്കെ ഒരുപക്ഷെ ഒരു കാരണമായേക്കാം. അപ്പോ അതിനുവേണ്ടി പ്രവർത്തിച്ചത് കൂടുതലായിട്ട് ഇവിടെ വക്കീലായിട്ട് സഞ്ജയ് പരമാൾ എന്ന് പറയുന്ന ഒരു ടീം, അവരുടെ ഡയോസിനോട് ചേർന്ന് ശക്തമായിട്ട് പ്രവർത്തിച്ചു. മറ്റു പല ആളുകളും അതിന്റെ പിന്നിലായിട്ട് പ്രവർത്തിച്ചു. ഇപ്പോ അതൊരു പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ നാളെയിൽ ഈ ഇതിന്റെ കണ്ടീഷൻസ് എന്ന് പറയുന്നത് തിങ്കളാഴ്ചകളിൽ പോയി അവിടെ ഒപ്പിടണമെന്ന് പറഞ്ഞിട്ടുണ്ട്, അവിടെ സ്റ്റേഷനിൽ പോയി ഒപ്പിടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ റിയാലിറ്റിയെ കുറിച്ച് അതിന്റെ ക്ലാരിഫിക്കേഷൻ വരേണ്ടതായിട്ടുണ്ട്. ഇന്ന് അതിന്റെ ഡിസ്കഷൻസ് നടക്കുന്നു. അപ്പൊ അതിന്റെ ആവശ്യമുണ്ടോ, അതെന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനായിട്ട് കഴിയുമെന്ന് ചിന്തിക്കുന്നു. അതുപോലെ തന്നെ 13-ാം തീയതി കോർട്ടിൽ പോകേണ്ടതായിട്ടുണ്ട്, അവിടെ ഒപ്പിടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് പോകണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതേ സമയത്ത് തന്നെ മഹാരാഷ്ട്രയെ സംബന്ധിച്ച് നാളുകൾ വളരെ ശക്തമായിട്ട് അവര് ഈ മതപരിവർത്തനം ഞങ്ങൾ നടത്തി എന്നുള്ള രീതിയിൽ വാർത്തകൾ പ്രചരിപ്പിക്കുകയും എല്ലാ സ്ഥലങ്ങളിലും അവർക്ക് കഴിയുന്ന എല്ലാ സ്ഥലങ്ങളിലും വാട്സപ്പ് ഈ വാർത്താ മാധ്യമങ്ങൾ വഴിയും അതുപോലെ സോഷ്യൽ മീഡിയ വഴിയും വളരെ ശക്തമായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള ഇംപ്രഷൻസ് വരുത്താനായിട്ട് അവർ ശ്രമിക്കുകയും ചെയ്യുന്നു. അത് ദോഷകരമായ, അതായത് നമുക്ക് വെളിയിൽ പോലും ഇറങ്ങാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു മൂവ്മെന്റ് ആണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നതെന്നാണ്. അതുകൊണ്ട് അതാണ് വേദനാജനകമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ഈ സംവിധാനത്തെ എന്ന് പറഞ്ഞാൽ ഇതിനെ ഒരു നെഗറ്റീവ് ഇംപ്രഷൻ വരുത്തിയിട്ട് ഒരു ഭീതി ജനിപ്പിക്കുക, അതിലൂടെ ഒരു പക്ഷേ വോട്ട് ബാങ്ക് രാഷ്ട്രീയമൊക്കെ ആയിരിക്കും അതിനോട് ഉദ്ദേശിക്കുന്നത്. അതൊരു ഭീകരമായ ഒരു കാര്യമാണ്. ഒരു ക്ലാരിഫിക്കേഷൻ കൂടെ ആളുകളുടെ വാർത്താ മാധ്യമങ്ങളിലൂടെ പോലീസ് ഞങ്ങളുടെ വളരെ മാന്യമായിട്ടാണ് ഞങ്ങളുടെ അടുത്ത് പെരുമാറി. അതായത് ഞങ്ങൾ 4 കുടുംബങ്ങളോടും ഞങ്ങളുടെ സ്ത്രീകളോടും പെരുമാറി വളരെ മാന്യമായിട്ടാണ്. പക്ഷെ ഞങ്ങളെ സഹായിക്കാൻ വന്നവരോട് പെരുമാറിയതാണ് ഞാൻ പറഞ്ഞത് അത് ശരിയായ രീതിയിലായിരുന്നില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ അത് പലരും വിമർശിക്കുകയും മോശപ്പെട്ട പദപ്രയോഗങ്ങൾ ഉപയോഗിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അങ്ങനെ ആയിരുന്നില്ല. ഞങ്ങളെ സഹായിക്കാൻ വന്നവരോട് അവർ പെരുമാറിയ രീതിയാണ്. അതുപോലെ അവര് പെരുമാറാൻ ഒരുപക്ഷെ കാരണം കാണും. കാരണം എന്ന് പറഞ്ഞാൽ വെളിയിൽ അവരെ ഫോഴ്സ് ചെയ്യുന്ന ഒരു വലിയ വിഭാഗം നിൽക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ മുന്നിൽ അവർക്ക് നിൽക്കാൻ പറ്റാത്തത് കൊണ്ടായിരിക്കും ഒരു പക്ഷെ പോലീസ് അങ്ങനെ പെരുമാറേണ്ടി വരും. പക്ഷെ അവർ ഞങ്ങളോട് ഇടപെടുവാണ്. യഥാർത്ഥം നമ്മൾ നിൽക്കുന്നത് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനിലാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. സ്റ്റേബിൾ ആയിട്ടുള്ള ഇന്നത്തെ പാറ്റേണിന് വേറെ വിഷയങ്ങൾ വരുന്നില്ല എന്നുള്ളതാണ്. പല പ്രാവശ്യം കൺഫേം ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ വളരെ സുരക്ഷിതമാണെന്ന് തോന്നിയാൽ മാത്രം അത്യാവശ്യമെങ്കിൽ മാത്രമേ ഈ സ്ഥലങ്ങളിൽ ഞങ്ങൾ പോകുന്നുള്ളൂ. ഞങ്ങളല്ലാത്ത അല്ലെങ്കിൽ ഒരു സുരക്ഷിതമല്ലാത്ത ഒരു സ്ഥലങ്ങളിലും പോകാനായിട്ട് യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നില്ല. കാരണം മനഃപൂർവ്വം ഒരു ഇഷ്യൂ ഉണ്ടാക്കരുതെന്ന് പറഞ്ഞു. അത് ഭയന്നിട്ടാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയാണെങ്കിൽ ഈ മൊത്തത്തിലുള്ള 2008 മുതലുള്ള കാലഘട്ടങ്ങൾ നോക്കുമ്പോൾ ഏകദേശം 30ഓളം പ്രാവശ്യം വധഭീഷണി നേരിട്ടിട്ടുണ്ട്. 15 പ്രാവശ്യം നാഗ്പൂരിലാണ് ഞാൻ പറഞ്ഞത്. അപ്പോ അത്രയും
കഠിനമായ പ്രതിസന്ധി വന്നു. അതുപോലെ ഒറീസയിൽ വെച്ച് 1 വർഷമാണ് ഒറീസയിൽ ഉണ്ടായിരുന്നെങ്കിലും 7 പ്രാവശ്യം മലേറിയ മരണം ഞാൻ മുന്നിൽ പലപ്പോഴും കണ്ടതാണ്, 2 പ്രാവശ്യം. അപ്പൊ വൈഫ് മരിച്ച് വളരെ വളരെ തീവ്രമായി, അതായത് ലാസ്റ്റ് ഡെത്ത് ബെഡ്, അതായത് കിംസ് ഹോസ്പിറ്റലിൽ വെച്ച് കൗണ്ട് തന്നെ, ബ്ലഡ് കൗണ്ട് തന്നെ 2.7 ആയി. അത് തന്നെ ഡോക്ടർ പറഞ്ഞ മിറക്കിൾ, മെഡിക്കൽ മിറക്കിൾ എന്ന് പറയും. ഇപ്പോൾ 1500 കൗണ്ട് അവിടെ നിൽക്കുകയാണ്. മലേറിയ, ഡെങ്കി, ഇത് അങ്ങനെയൊക്കെ പല രോഗങ്ങൾ ഒരുമിച്ച് വന്ന് പ്രശ്നമുണ്ട്. അത് മിഷൻ ഫീൽഡിൽ നിന്ന് അങ്ങനെ വന്നു. അവര് പ്രഗ്നന്റ് ആയിരുന്നു, അങ്ങനെ അബോർഷനായി, അങ്ങനെ പ്രശ്നമായി. ലാസ്റ്റ് വർഷം എന്റെ മകള്, രണ്ടാമത്തെ മകള് മരിച്ചു. അപ്പോൾ അവൾ ക്യാൻസർ ആയിട്ടാണ് മരിച്ചത്. അപ്പൊ അത് 2.25 വയസ്സായിരുന്നു അവൾ മരിക്കുമ്പോൾ. അപ്പൊ 1 വർഷം വരെ ചികിത്സ നടത്തി ഇവൾ മരിച്ചു. അപ്പൊ അതിലൊക്കെ ദൈവത്തിന്റെ അചഞ്ചലമായ സ്നേഹവും കൃപയൊക്കെ അനുഭവിക്കാനായിട്ട് എനിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. അത് ദൈവം എന്നെ സഹായിച്ചു എന്നുള്ളതാണ്. ദൈവത്തിന്റെ സഹായമല്ല ഒന്നുമില്ല. ഈ അവസാനം മകൾ മരിക്കുന്ന സമയത്ത് അവള് ഈ 2.25 വയസ്സായുള്ള മകൾ, ഒരുപാട് സംഭവം ഉണ്ടെങ്കിലും പറഞ്ഞിട്ട് മരിക്കുന്നത് യേശു വന്നു എന്ന് പറഞ്ഞിട്ടാണ് മരിക്കുന്നത്. അപ്പൊ അതിനപ്പുറമായിട്ട് ഒരു പുരോഹിതനായ അപ്പന് മറ്റൊന്നും കേൾക്കാനായിട്ട് താല്പര്യമില്ല എന്നുള്ളതാണ്. അതൊരു സന്തോഷമാണ് എനിക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊക്കെയാണ് എന്നെ ഈ മിഷൻ ശുശ്രൂഷയിൽ നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായിട്ട് നിൽക്കുന്നത്. അപ്പൊ ഇത് ഒരുപാട് അനുഭവങ്ങൾ പറയാനുണ്ടെങ്കിൽ വളരെ ചുരുക്കമായിട്ട് പറഞ്ഞതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ, ഈ പ്രതിസന്ധികൾ നിറഞ്ഞ സാഹചര്യത്തിൽ അതിന് വളരെ ശ്രദ്ധയോടുകൂടി, അതുകൊണ്ട് ഭയന്നിട്ടല്ല ഈ ശുശ്രൂഷകളൊക്കെ നമ്മൾ നേരിട്ട് മുന്നോട്ട് പോയി ഫോഴ്സ്ഫുൾ ആയിട്ട് ചെയ്യേണ്ടതെന്ന് വിചാരിക്കുന്നു. ഈ സത്യം നമ്മൾ മനസ്സിലാക്കിയതാണ്. ഫോഴ്സ്ഫുൾ ആയിട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ചെയ്യുന്നില്ല, ചെയ്യാൻ ആഗ്രഹിക്കുന്നുമില്ല, ഫോഴ്സ്ഫുൾ ആയിട്ട് ചെയ്യേണ്ടതാണ്. കാരണം എല്ലായിടത്തും എത്തിക്കേണ്ടതാണ്. ഭൂലോകം മുഴുവൻ എത്തിക്കേണ്ട ചുമതല നമുക്ക് തന്നെയാണ്. ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും നമ്മോട് കൂടെ ഉണ്ടെന്നുള്ളതാണ് എന്ന് തന്നെയാണ് കർത്താവ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അങ്ങനെ ഒന്നും ചെയ്യാനായിട്ട് അവരെ ഡിസ്റ്റർബ് ചെയ്യാനോ ഇന്നത്തെ സാമൂഹിക സാഹചര്യങ്ങളിൽ അവർക്കൊരു ഡിസ്റ്റർബൻസ് വരുത്താനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ദൈവം നടത്തുന്ന വഴികളിൽ ഞങ്ങളുടെ വിശ്വാസത്തെ സ്ട്രെങ്തൻ ചെയ്യാനും മാത്രമാണ് ഞങ്ങൾ ചെയ്യുന്നത്. അതിലൂടെ മാറ്റങ്ങൾ ഉണ്ടാവുന്നെങ്കിൽ മാറ്റങ്ങൾ ഉണ്ടാവും. അതിലൂടെ അവരുടെ സമൂഹത്തിന് മാറ്റം ഉണ്ടാവും, ദേശത്തിന് മാറ്റം ഉണ്ടാവും, തീർച്ചയായും സാമൂഹിക വ്യവസ്ഥിതികൾക്ക് മാറ്റം ഉണ്ടാവും. സംസാര രീതികൾ, വിദ്യാഭ്യാസം, മറ്റു കാര്യങ്ങളെല്ലാം ഞങ്ങളുടെ വിശ്വാസികളുടെ, കാരണം ഞങ്ങൾക്കുള്ള 12 പാസ്റ്റേഴ്സില് 2 പേര് മാത്രമാണ് മറ്റെവിടെന്നെങ്കിലും വന്നിട്ടുള്ളൂ. ബാക്കി എല്ലാവരും, ഈ 10 പേരും ഞങ്ങളുടെ തന്നെ വിശ്വാസികളാണ്. ഈ 5 വർഷത്തിലുള്ള ഞങ്ങളുടെ തന്നെ വിശ്വാസികളുടെ പാസ്റ്റേഴ്സ് ആയിട്ടുള്ള. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, അവരെ സ്ട്രെങ്തൻ ചെയ്യുന്നതിലൂടെ അവർ തന്നെ എഴുന്നേറ്റ് അവർക്ക് വേണ്ടി ഉള്ള കാര്യങ്ങൾ ചെയ്യും. അത് CSI ഏറ്റെടുത്തിട്ടുണ്ട്. CSI ആണ് അവർക്ക് ശമ്പളം കൊടുക്കുന്നത്, അവരെ നടത്തുന്നത്. അത് വേറെ ഒരു തരത്തിൽ CSIയുടെ വിശ്വാസികളായതുകൊണ്ട്, CSIയുടെ പാസ്റ്റേഴ്സ് ആയതുകൊണ്ട് CSI ആണ് അവർ ശമ്പളം കൊടുക്കുന്നത്. അല്ല ഞാനിവിടുന്ന് കൊടുക്കുന്നതല്ല, വിദേശത്ത് നിന്ന് കൊണ്ടുവരുന്നതല്ല, വേറെ ആരും കൊടുക്കുന്നില്ല. പിന്നെ ഇവിടുത്തെ കാണിക്ക അവർക്ക് ശമ്പളമായിട്ട് മാറുന്നുണ്ട്. അങ്ങനെയും സംഭവിക്കുന്നുണ്ട്. ഈ രീതിയിലാണ് കാര്യങ്ങൾ. ഒരു ചർച്ച ബേസ്ഡ് ആയിട്ടുള്ള ശുശ്രൂഷയാണ് നടന്നു വരുന്നത്. ഈ പാറ്റേൺ തന്നെയാണ് മുന്നോട്ട് നയിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെയാണ് ഞാൻ ചിന്തിക്കുന്നത്. മഹായുടെ അതിലാണ് വിശ്വാസം അർപ്പിക്കുന്നതും ഇങ്ങനെ ചെയ്യുന്നതിലാണ് മഹായുടെ ബോർഡ് ഫോർമേഷനും സൗത്ത് കേരള ഡയസിന്റെ, അതായത് CSIയുടെ നമ്മുടെ സഭകളും നമ്മുടെ ഡയോസിസുകളും നമ്മുടെ തിരുമേനിമാരും ഏറ്റവും ആഗ്രഹിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും വെച്ചാൽ ഒരുപാട് അനുഗ്രഹിക്കപ്പെട്ട ഒരു സുവിശേഷവും ഒരു പ്രവർത്തനവും ഒക്കെയാണ്. പ്രത്യേകിച്ച് സാക്ഷ്യം വളരെ ഞാൻ കേട്ടിരുന്നു, മകളുടെ കാര്യം ഞാൻ കേട്ടിരുന്നു, പക്ഷെ ബാക്കി കാര്യങ്ങളൊന്നും എനിക്കറിയില്ലായിരുന്നു. എന്തായാലും വലിയ സാക്ഷ്യത്തോടെ തന്നെ ഇനിയും അച്ഛന് മുമ്പോട്ട് പോകാൻ സാധിക്കട്ടെ, ഒരുപാട് ആത്മാക്കളെ നേടാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയാണ്. മധ്യകേരള മഹായോഗയുടെ എല്ലാ പ്രാർത്ഥനകളും ആശംസകളും ഉണ്ടായിരിക്കും. തിരുമേനിയും ഈ പറഞ്ഞ പോലെ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളെല്ലാം, വിശ്വാസ സമൂഹം എല്ലാം അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ജാസ്മിൻ കൊച്ചുമ്മയോടും മോളോടും അവിടെയുള്ള എല്ലാ മിഷൻ പ്രവർത്തകരോടും ഞങ്ങളുടെ പ്രാർത്ഥനയും ആശംസകളും അറിയിക്കണം. എന്നും കൂടെ ഉണ്ടാവും ഞങ്ങൾ. പ്രാർത്ഥനയിൽ അച്ഛൻ ഓർത്താൽ മതിയാവും. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് മധ്യകേരള ഡയസിനെ സംബന്ധിച്ച് ഞങ്ങളുടെ മദർ മിഷൻ പ്രവർത്തനങ്ങൾ, അതായത് അതിന്റെ ബേസ് നിൽക്കുന്നത് മധ്യകേരള ഡയസിലാണ്. തീർച്ചയായിട്ടും പറക്കാല മിഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മുടെ മിഷൻ ശുശ്രൂഷയുടെ ആരംഭം യേശുദാസ് തിരുമേനിയുമായിട്ട് ബന്ധപ്പെട്ട് ആരംഭിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ മധ്യകേരള ഡയസുമായിട്ട് നമുക്ക് വളരെ അഭേദ്യമായ ഒരു ബന്ധവും സ്നേഹവും എല്ലാ കാലത്തും മിഷൻ പ്രവർത്തനങ്ങളുണ്ട്. അതുപോലെ തന്നെ തിരുമേനി വളരെ ശക്തമായിട്ടാണ്, ഇത്രയും ശക്തമായിട്ടാണ് തിരുമേനി അതിൽ പ്രതികരിച്ചത്. അത് ഫാസ്റ്റായിട്ട് തിരുമേനി പ്രതികരിക്കുകയും അതൊരു വളരെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് നിങ്ങളുടെ സ്നേഹത്തിനും പ്രാർത്ഥനയ്ക്കും കരുതലിനും ഞങ്ങളെ പലതരത്തിലും ഞങ്ങളെ സഹായിക്കുന്ന നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ ശുശ്രൂഷകളെ ദൈവം മാനിക്കട്ടെ. എല്ലാവിധമാകുന്ന നന്മകളും ദൈവം പകരട്ടെ. ദൈവം സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. മധ്യ കേരള മഹായിടവക കനികാപുരം ഗൈഡൻസ് സെന്ററിന്റെ 2ാം നിലയുടെ വാർപ്പ് പണികൾ പൂർത്തിയായി.
ഡിസംബർ മാസം 26 രാവിലെ ബിഷപ്പ് റൈറ്റ് റവറന്റ് ഡോക്ടർ മലയിൽ സാബു ഘോഷിച്ചെറിയാൻ പ്രാർത്ഥിച്ച് ആരംഭിച്ച പണികൾ വൈകിട്ടോടെ പൂർത്തിയായി. അഭിമന്യ ബിഷപ്പും മഹാ ഇടവക ട്രഷറർ റവറന്റ് ജിജി ജോൺ ജേക്കബും മിഷൻ ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ റവറന്റ് ജേക്കബ് ഡാനിയൽ ഓൺലൈനായി എഞ്ചിനീയറുമായി ചുമതലപ്പെട്ടവരുമായി ബന്ധപ്പെടുകയും പണിയുടെ പുരോഗതി വിലയിരുത്തുകയും ചെയ്തു. പണികൾ ഭംഗിയായി പൂർത്തീകരിക്കുവാൻ ഏവരുടെയും പ്രാർത്ഥനയും സഹകരണവും ആവശ്യമാണെന്ന് ബിഷപ്പ് അറിയിച്ചു. മഹാ ഇടവകയുടെ മേൽനോട്ടത്തിലുള്ള കണികാപുരം ബിൽഡിംഗ് പ്രൊജക്ടിന്റെ 2ാം ഘട്ട ധനസമാഹരണത്തിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. 4 കോടി രൂപയാണ് ഈ ആവശ്യത്തിനായി സമാഹരിക്കുവാൻ ശ്രമിക്കുന്നത്. ഈ ധനസമാഹരണത്തിന് വളരെ പ്രചോദനാത്മകമായ ഒരു തുടക്കം ലഭിച്ചതായി ബിഷപ്പ് അറിയിച്ചു. മങ്കുഴി ഇടവാംഗമായ ശ്രീമതി റെബേക്ക മാത്യു തന്റെ ഭർത്താവ് പരേതനായ KC മാത്യുവിന്റെ സ്മരണാർത്ഥം കണികാപുരം സെന്ററിൽ ഒരു മുറി പണി കഴിപ്പിക്കുന്നതിനുള്ള ചിലവിലേക്ക് 8 ലക്ഷം രൂപ ചെക്കായി മഹാ ഇടവക ബിഷപ്പിന് കൈമാറി. മാതൃകാപരമായ ഈ പ്രവൃത്തി എല്ലാവർക്കും ഒരു പ്രചോദനമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായി ബിഷപ്പ് ഹൗസിനോട് ചേർന്നുള്ള ഗാർഡനിൽ ഇത്തവണയും ക്രിസ്മസ് ഡിന്നർ ക്രമീകരിച്ചു. വിവിധ സഭകളിലെ മേലധ്യക്ഷന്മാർ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA, ജില്ലാ കളക്ടർ ഉൾപ്പെടെ വിവിധ മേഖലകളിൽ സേവനമനുഷ്ഠിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥർ, പൗരപ്രമുഖർ, പട്ടക്കാർ, മഹാ ഇടവക ഔദ്യോഗിക ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു. ക്രിസ്മസിനോട് ചേർന്ന് ജീവിതത്തിന്റെ വിവിധ തുറകളിൽ നിന്നുള്ളവരെ ചേർത്തുകൊണ്ടുള്ള അർത്ഥവത്തായ ഇത്തരം സ്നേഹ കൂട്ടായ്മകൾ നമ്മുടെ ബന്ധങ്ങൾ കൂടുതൽ ആത്മാർത്ഥവും ഊഷ്മളവുമാകട്ടെ എന്ന് ബിഷപ്പ് ആശംസിച്ചു. ബിഷപ്സ് കൗൺസിൽ പ്രസിഡന്റ് അഭിമന്യ ബിഷപ്പ് റൈറ്റ് റവറന്റ് VS ഫ്രാൻസിസ് CSI സഭയുടെ ഡെപ്യൂട്ടർ മോഡറേറ്ററായി സ്ഥാനമേറ്റു. JB കമ്മീഷൻ റിപ്പോർട്ട് അടിസ്ഥാനമാക്കിയുള്ള നിർദ്ദേശങ്ങളിൽ മറ്റ് മത പഠന കേന്ദ്രങ്ങൾ പോലെ ക്രൈസ്തവ സഭകളിലെ സൺഡേ സ്കൂൾ അധ്യാപകർക്ക് സർക്കാർ ഫണ്ട് നൽകുന്നതിനുള്ള നീക്കത്തെ അടിയന്തരമായി ചേർന്ന ബിഷപ്പ് കൗൺസിൽ അനുകൂലിക്കുന്നില്ല എന്ന് പത്രമാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ തികച്ചും അടിസ്ഥാനരഹിതമാണെന്നും വ്യക്തമാക്കി. JB കോശി കമ്മീഷൻ റിപ്പോർട്ടിന്റെ ഭാഗമായി സൺഡേ സ്കൂൾ അധ്യാപകർക്ക് ഗവൺമെന്റ് ധനസഹായം നൽകുന്ന ഒരു സാഹചര്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ മദ്രസ അധ്യാപകർക്ക് ഗവൺമെന്റ് ധനസഹായം നൽകുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. മദ്രസയിൽ അവരുടെ മതം പഠിപ്പിക്കുക മാത്രമല്ല ചെയ്യുന്നത്, പിന്നെയോ അവർക്ക് ക്ലാസ്സുകൾ ഉണ്ടാക്കുന്ന റെഗുലർ അധ്യാപകരാണവർ, അവരെയാണ് സഹായിക്കുന്നത്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമാണ് ക്രൈസ്തവ സഭകളുടെ സൺഡേ സ്കൂളുകൾ. സൺഡേ സ്കൂളുകളിൽ ഞായറാഴ്ചയാണ് ക്ലാസ് നടക്കുന്നുള്ളൂ. അതൊരു ലിമിറ്റഡ് ടൈമിലേക്ക് മാത്രമാണ്. അവിടെ നമ്മുടെ വേദപുസ്തകമാണ് പഠിപ്പിക്കുന്നത്. അതുമാത്രമല്ല, അധ്യാപകർ നിസ്വാർത്ഥ സേവനം ചെയ്യുന്നവരാണ്. വോളണ്ടറി വർക്കാണ് അവർ ചെയ്യുന്നത്. വിശ്വാസമുള്ള, ദൈവഭയമുള്ള, ദൈവാശ്രയമുള്ള, കമ്മിറ്റഡായ ആളുകളാണ് ഈ ക്ലാസ്സുകൾക്ക് ഇന്ന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഗവൺമെൻറ് ഒരു ഫണ്ടിങ് ഓരോ അധ്യാപകനും ലഭിക്കുന്നു എന്നൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ സഭകൾക്ക് അധ്യാപകരെ തിരഞ്ഞെടുത്ത് നിയമിച്ച് ക്ലാസ്സുകൾ നടത്തുന്നത് ശ്രമകരമായ ഒരു ദൗത്യമായി മാറും. അത് തികച്ചും ഇന്നത്തെ സൺഡേ സ്കൂളിൻ്റെ ഘടനയെ ആകമാനം ബാധിക്കും. അതുകൊണ്ട് ഇത് ആവശ്യമില്ല എന്നതാണ് CSI ബിഷപ്സ് കൗൺസിൽ എടുത്ത തീരുമാനം. തിരുവനന്തപുരം CSI ക്രൈസ്റ്റേഴ്സ് ദേവാലയത്തിലും മങ്കുഴി CSI ക്രൈസ്റ്റേഴ്സ് ദേവാലയത്തിൽ സ്ഥിരീകരണ ശുശ്രൂഷയ്ക്കും അഭിമന്യ ബിഷപ്പ് നേതൃത്വം നൽകി. സ്ഥിരീകരണ ശുശ്രൂഷ വളരെ നന്നായി ക്രമീകരിക്കുകയും കുട്ടികളെ ഒരുക്കുകയും ചെയ്ത തിരുവനന്തപുരം ഇടവക വികാരി റവറന്റ് അലക്സ് P. ഉമ്മനെയും സഹവികാരി ഡീക്കൻ നയനാൻ P. തോമസിനെയും മങ്കുഴി ഇടവക വികാരി റവറന്റ് അജി സാമുവേലിനെയും പിന്തുണ നൽകിയ ചർച്ച് കമ്മിറ്റി അംഗങ്ങളെയും ബിഷപ്പ് അഭിനന്ദിച്ചു. മുണ്ടിയപ്പള്ളി സെന്റ് സ്റ്റീഫൻസ് CSI ഇടവകയുടെ സെന്റ് സ്റ്റീഫൻസ് ദിനത്തോടനുബന്ധിച്ചുള്ള പ്രതിഷ്ഠാദിന ശുശ്രൂഷയ്ക്കും വിശുദ്ധ സംസർഗ ശുശ്രൂഷയ്ക്കും ബിഷപ്പ് നേതൃത്വം നൽകി. ഇടവകയുടെ പുതുതായി പണി കഴിപ്പിച്ച ഓഫീസ് സമുച്ചയവും തദവസരത്തിൽ ബിഷപ്പ് പ്രതിഷ്ഠിച്ച് വേർതിരിച്ചു. അതിന്റെ നിർമ്മാണ ചെലവിനുള്ള 30 ലക്ഷത്തോളം രൂപ മുഴുവനും നൽകിയത്
തങ്ങളുടെ മാതാപിതാക്കളുടെ സ്മരണാർത്ഥമായി മുണ്ടിയപ്പള്ളി ഇടവക അംഗമായ കാലാപ്പറമ്പിൽ ക്രിസ്റ്റി വർഗീസ് എബ്രഹാമും കുടുംബവുമാണ്. ഇടവകയ്ക്ക് നേതൃത്വം നൽകുന്ന ഇടവക വികാരി റവറൻ ജോൺസൺ അലക്സാണ്ടർ അച്ഛനെയും ചർച്ച് കമ്മിറ്റിയെയും ബിഷപ്പ് അഭിനന്ദിച്ചു. മുണ്ടിയപ്പള്ളി CMS ഹൈസ്കൂളിന്റെ LP വിഭാഗത്തിന്റെ കെട്ടിട നിർമ്മാണം പുരോഗമിക്കുന്നു. പ്രസ്തുത നിർമ്മാണത്തിന്റെ ഭാഗമായി കട്ടളവെപ്പ് ശുശ്രൂഷയ്ക്ക് അഭിമന്യ ബിഷപ്പ് നേതൃത്വം നൽകി. 7 മുറികളുള്ള കെട്ടിടം അടുത്ത വർഷം പ്രതിഷ്ഠിക്കുവാൻ അധികൃതർ ലക്ഷ്യമിടുന്നു. നേതൃത്വം നൽകുന്ന ഹെഡ് മിസ്ട്രസ് ശ്രീമതി പ്രിൻസമ്മ ജോസഫിനെ ബിഷപ്പ് അഭിനന്ദിച്ചു. പള്ളം ബിഷപ്പ് സ്പീച്ച്ലി കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസിന്റെ ക്രിസ്മസ് ആഘോഷങ്ങളിൽ പങ്കെടുക്കുകയും സന്ദേശം നൽകുകയും ചെയ്ത ബിഷപ്പ് കോളേജിൽ പണി കഴിപ്പിച്ച ഓഡിറ്റോറിയം കം സ്പോർട്സ് സെന്റർ പ്രതിഷ്ഠിച്ച് വിദ്യാർത്ഥികൾക്കായി തുറന്നു നൽകി. എല്ലാ ക്രമീകരണങ്ങൾക്കും നേതൃത്വം നൽകുന്ന ഡോക്ടർ ആശ സൂസൻ ജേക്കബ്, ബർസാർ റവറൻ ലാൽജി M ഫിലിപ്പ് എന്നിവരെ ബിഷപ്പ് അഭിനന്ദിച്ചു. നീലപ്പാറ സെന്റ് ജോൺസ് CSI ഇടവകയുടെ ശതാബ്ദി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനത്തിന് ബിഷപ്പ് നേതൃത്വം നൽകി. ജുബിലിയുടെ ഭാഗമായി നീലപ്പാറ ഇടവകയുടെ ഉപസഭയായ കുറ്റിക്കൽ സഭയ്ക്ക് ഒരു ദേവാലയം നിർമ്മിക്കുന്നതിനുള്ള ശ്രമങ്ങളും ആരംഭിക്കുകയാണ് നീലാംപാറ സഭ. സ്ഥിരീകരണ ശുശ്രൂഷയും പ്രസ്തുത ശുശ്രൂഷയ്ക്ക് ശേഷം പൊതുസമ്മേളനവും നടത്തി. എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ ഉത്സാഹിച്ച ഇടവക വികാരി റവറൻ ഡാനിയൽ M ജേക്കബ് അച്ഛൻ, സഭയുടെ ചുമതലക്കാർ എന്നിവരെ ബിഷപ്പ് അഭിനന്ദിച്ചു. കുമ്പനാട് CSI സെന്റ് തോമസ് ഇടവകയുടെ നവതി ആഘോഷങ്ങളുടെ സമാപനത്തിലും കുടുംബ ഞായർ ആരാധനയ്ക്കും ബിഷപ്പ് നേതൃത്വം നൽകി. അന്നേ ദിവസം നവതി സുവനീർ പ്രകാശനം ചെയ്തു. 90 വയസ്സിന് മുകളിൽ പ്രായമുള്ള 4 സഭാ അംഗങ്ങളെ ആദരിച്ചു. എല്ലാ ക്രമീകരണങ്ങളും നന്നായി ചെയ്യുവാൻ നേതൃത്വം നൽകിയ ഇടവക വികാരി റവറൻ ഡോക്ടർ PK കുരുവിള അച്ഛനെയും ചർച്ച് കമ്മിറ്റിയെയും ബിഷപ്പ് അഭിനന്ദിച്ചു. മധ്യ കേരള മഹാ ഇടവക സ്ത്രീജന സഖ്യ വാർഷിക കൗൺസിൽ സമ്മേളനം കോട്ടയം CSI റിട്രീറ്റ് സെന്ററിൽ നടത്തി. ബിഷപ്പ് റൈറ്റ് റവറൻ ഡോക്ടർ മലയിൽ സാബു കോശിച്ചെറിയാൻ മുഖ്യ സന്ദേശം നൽകി. മഹാ ഇടവക വൈദിക സെക്രട്ടറി റവറൻ അനിയൻ K പോൾ, മഹാ ഇടവക ട്രഷറർ റവറൻ ജിജി ജോൺ ജേക്കബ്, സ്ത്രീജന സഖ്യ പ്രസിഡന്റ് റവറൻ ജെസി സാറ കോശി, വൈസ് പ്രസിഡന്റ് ഡോക്ടർ സാലി ജേക്കബ്, ജനറൽ സെക്രട്ടറി ഡോക്ടർ ഗ്രേസ് നിഷ നയനാട്, ട്രഷറർ ശ്രീമതി ജയ അനു തോമസ്, സ്ത്രീജന ബോർഡ് സെക്രട്ടറി ശ്രീമതി ഷൈനി ജേക്കബ്, സിസ്റ്റർ ജസീന ജോസഫ് എന്നിവർ സന്നിഹിതരായിരുന്നു. വനിതാരവം എന്ന വലിയ കുടുംബ സംഗമത്തിലൂടെ സമാഹരിച്ച 21 ലക്ഷം രൂപയിൽ നിന്നും 10 ലക്ഷം രൂപ കൂപ്പാടി സെന്റ് പോൾസ് CSI ദേവാലയത്തിന്റെ മദ്ബഹ പണിക്കായി സംഭാവന നൽകി. 10 ലക്ഷം രൂപയുടെ ചെക്ക് മഹാ ഇടവക ബിഷപ്പ്, കൂമ്പാടി ഇടവക വികാരി റവറൻ ടിബു ഉമ്മൻ ജോർജ്, കമ്മിറ്റി അംഗങ്ങൾ, സ്ത്രീജന സഖ്യ ഭാരവാഹികൾ എന്നിവർക്ക് കൈമാറി. സ്ത്രീജന സഖ്യത്തിന്റെ 1 വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട്, വരവ് ചിലവ് കണക്കുകൾ, ബഡ്ജറ്റ് എന്നിവ അവതരിപ്പിച്ച് പാസാക്കി. ഭേദഗതികൾ വരുത്തിയ ഭരണഘടന അവതരിപ്പിച്ച് കൗൺസിലിന്റെ അംഗീകാരം നേടി. ആശാഭവൻ ക്രിസ്മസ് ആഘോഷം ഡിസംബർ മാസം 22 തിങ്കൾ രാവിലെ കാണക്കാരിൽ വെച്ച് നടന്നു. ബിഷപ്പ് മാണി തിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രിൻസിപ്പൽ റവറന്റ് ഡോക്ടർ വിജി വർഗീസ് ഈപ്പൻ ക്രിസ്മസ് സന്ദേശം നൽകി. കരുതലിന്റെ സന്ദേശമാണ് ക്രിസ്മസ് എന്ന് അച്ഛൻ മുഖ്യ സന്ദേശം പറഞ്ഞു. സൺഡേ സ്കൂൾ സെക്രട്ടറി ആശാഭവൻ ചാപ്ലിനുമായ റവറന്റ് അലക്സ് എബ്രഹാം അധ്യക്ഷത വഹിച്ചു. മഹാ ഇടവക സ്ത്രീജന സഖ്യം ജനറൽ സെക്രട്ടറി ഡോക്ടർ ഗ്രേസ് നിഷ നയനാട്, CSI ലോ കോളേജ് വൈസ് പ്രിൻസിപ്പൽ അഡ്വക്കേറ്റ് JC കരിങ്ങാട്ടിൽ എന്നിവർ സന്ദേശം നൽകി. ഇക്കഴിഞ്ഞ ഗ്രാമപഞ്ചായത്തിൽ വിജയിച്ച ആശാഭവൻ രക്ഷിതാവ് ശ്രീമതി ജിജി സുരേഷ്, ആശാഭവൻ സ്ഥിതി ചെയ്യുന്ന വാർഡ് അംഗം ശ്രീമതി റെജി ബിജു എന്നിവരെ ഡോക്ടർ ഗ്രേസ് നിഷ നയനാട്, അനു നയനാട്, സജീന കോശി എന്നിവർ ചേർന്ന് ഷാൾ അണിയിച്ച് ആദരിച്ചു. ശ്രീമതി ജിബി ജേക്കബ് ആൻഡ് ടീം,
മനോഹരമായ ഗാനങ്ങൾ ആലപിച്ചു. മഹാത്മാഗാന്ധി എംപ്ലോയീസ് യൂണിയന്റെ പാതയം സംഘം ശ്രീമതി മേബിളിന്റെ നേതൃത്വത്തിൽ കേക്ക് സമ്മാനമായി നൽകി. കുഞ്ഞുങ്ങളുടെ പാട്ടും ഡാൻസും അവതരിപ്പിച്ചു. ലോ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജോർജ് ജോസഫ്, ബർസാർ ശ്രീ കോശി എബ്രഹാം, സൂസൻ ജോർജ് കൊച്ചമ്മ, മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. പ്രോഗ്രാം കോർഡിനേറ്റർ ഷാജി ജോർജ് നന്ദി പ്രകാശിപ്പിച്ചു. CSI മധ്യ കേരള മഹായിടവക യുവജന പ്രസ്ഥാനത്തിന്റെയും തോട്ടപ്രദേശ മിഷന്റെയും നേതൃത്വത്തിൽ ക്രിസ്മസ് കാരൽ 2025 കടമാങ്കുളം CSI ചർച്ചിൽ വെച്ച് നടത്തപ്പെട്ടു. റവറന്റ് ദാസ് ജോർജ് പ്രാരംഭ പ്രാർത്ഥന നടത്തി. റവറന്റ് സന്തോഷ് മാത്യു സ്വാഗതം ആശംസിച്ചു. യുവജന പ്രസ്ഥാന വൈസ് പ്രസിഡന്റ് ജിനു മാത്യു ജോസഫ് അധ്യക്ഷ പദവി അലങ്കരിക്കുകയും ബിഷപ്പ് റൈറ്റ് റവറന്റ് ഡോക്ടർ മലയിൽ സാബു കോശിച്ചെറിയാൻ മുഖ്യ സന്ദേശം നൽകുകയും ചെയ്തു. മിഷൻ ബോർഡ് ഡയറക്ടർ റവറന്റ് ജേക്കബ് ഡാനിയൽ, യുവജന പ്രസ്ഥാനം ജനറൽ സെക്രട്ടറി റവറന്റ് ലിനോ എസ് ജോൺ, യൂത്ത് ബോർഡ് സെക്രട്ടറി റവറന്റ് നെബൂസ് കറിയ, പഞ്ചായത്ത് മെമ്പർ ജോൺ പി തോമസ്, യുവജന പ്രസ്ഥാന ഭാരവാഹികൾ എന്നിവർ പ്രസംഗിച്ചു. മധ്യ കേരള മഹായിടവക യുവജന പ്രസ്ഥാന ഗായക സംഘം, തോട്ടപ്രദേശ മിഷൻ ഗായക സംഘം, CSI ഹോളി ട്രിനിറ്റി ചർച്ച് യുവജന പ്രസ്ഥാനം മുണ്ടക്കായം, CSI സെന്റ് ജെയിംസ് ചർച്ച് യുവജന പ്രസ്ഥാനം കരുനിലം, CSI ചർച്ച് കൊമ്പുകുത്തി, CSI ചർച്ച് പനിക്കച്ചിറ, CSI ചർച്ച് കടമാങ്കുളം എന്നിവർ ഗാനങ്ങൾ ആലപിച്ചു. CSI മധ്യ കേരള മഹായിടവകയുടെ 2025 പരിസ്ഥിതി അവാർഡുകൾ മഹായിടവക ബിഷപ്പ് ഡോക്ടർ മലയിൽ സാബു കോശിച്ചെറിയാൻ പ്രഖ്യാപിച്ചു. സ്കൂളുകൾക്കും വ്യക്തികൾക്കുമായി ഏർപ്പെടുത്തിയ വിവിധ വിഭാഗങ്ങളിലെ അവാർഡുകളാണ് പ്രഖ്യാപിച്ചത്. ഹരിത സ്കൂൾ അവാർഡുകൾ പരിസ്ഥിതി സൗഹൃദ പ്രവർത്തനങ്ങൾ മുൻനിർത്തി നൽകുന്ന ഹരിത സ്കൂൾ 5 സ്റ്റാർ അവാർഡിന് 2 സ്കൂളുകൾ അർഹരായി. ഒന്നാം സ്ഥാനം മല്ലപ്പള്ളി CMS ഹയർ സെക്കൻഡറി സ്കൂൾ, രണ്ടാം സ്ഥാനം കോട്ടയം CMS കോളേജ് ഹൈസ്കൂൾ. പുന്നക്കാട് മലയിൽ റവറന്റ് PM കോശി മെമ്മോറിയൽ ക്യാഷ് അവാർഡ് ഈ 2 സ്കൂളുകൾ പങ്കിടും. കൂടാതെ പള്ളം ബുക്കാനൻ ഗേൾസ് ഇൻസ്റ്റിറ്റ്യൂട്ടിന് 3 സ്റ്റാർ അവാർഡും ലഭിച്ചു. ഹരിത കവിത മത്സരം മഹായിടവക തലത്തിൽ നടത്തിയ ഹരിത കവിതാ മത്സരത്തിൽ മികച്ച നേട്ടങ്ങൾ കൈവരിച്ചവർ 5 സ്റ്റാർ അവാർഡ് മാങ്ങാനം സ്വദേശിനി സോന തമ്പി, കോട്ടയം CMS കോളേജ് ഹൈസ്കൂൾ വിദ്യാർത്ഥിനി ആഷ്ലി വി തോമസ് എന്നിവർ അവാർഡ് പങ്കിട്ടു. 3 സ്റ്റാർ അവാർഡ് തലവടി കളങ്ങര സ്വദേശിനി ലുദിയ വിജയൻ കരസ്ഥമാക്കി. പ്രകൃതി സംരക്ഷണ പ്രവർത്തനങ്ങളിൽ മികച്ച മാതൃക കാട്ടുന്നവരെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് മഹായിടവക വർഷം തോറും ഇത്തരം പുരസ്കാരങ്ങൾ നൽകി വരുന്നത്. ഫലകവും ക്യാഷ് അവാർഡുകളും ജാനുവരി 29 കോട്ടയം ബേക്കർ ക്യാമ്പസിൽ രാവിലെ 10 മണിക്ക് നടക്കുന്ന മഹായിടവക പരിസ്ഥിതി കൺവെൻഷനിൽ വിതരണം ചെയ്യും. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.